അപ്പോൾ ഗൈസ് ഇതൊന്നും പറയണ്ട, ഭയങ്കരമായിട്ട് മഴയാണ് പുറത്ത്. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ കറണ്ടില്ല. രാവിലെ 8 മണിയായപ്പോൾ കറണ്ട് പോയതാണ് ഗൈസ്. ഒന്നും പറയാനില്ല, എന്ത് ചെയ്യാനാണ് കറണ്ട് ഇല്ലാതെ. ഇപ്പം എന്താണ്ട് നമുക്കിവിടെ ഗ്യാസ് നമ്മൾ എടുത്തിട്ടില്ല, നമ്മൾ ഇൻഡക്ഷൻ കുക്കറിനകത്തായിരുന്നു എല്ലാം ചെയ്യുന്നത്. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് എല്ലാം പാളിപ്പോയി. രാവിലെ പല്ല് തേച്ച് വന്ന് വെള്ളവും കലക്കി കുടിച്ച് മിക്സറും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ വിശന്നിട്ട് വയ്യ. 12 മണിയാകുമ്പോൾ കറണ്ട് വരുമെന്ന് പറഞ്ഞാൽ 12:30 ഇതുവരെയും കറണ്ട് വന്നിട്ടില്ല. പുറത്തോട്ട് പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല മഴ, അടിപൊളി മഴയാണ്. അതെ അതെ അതെ, ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് മഴയെന്ന് തോന്നിട്ട് നമുക്ക് കാത്തൂസിന് ഡ്രസ്സ് വാങ്ങിയില്ലായിരുന്നു. കാത്തൂന് ബാഗും ഒക്കെ ആയിരുന്നു വാങ്ങിച്ചത്. അപ്പം അന്നത്തെ വീഡിയോ തന്നെ കണ്ടായിരുന്നല്ലോ, ഭയങ്കര നിർബന്ധമായിരുന്നു. അപ്പോൾ നമുക്ക് ടൈം കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് വൈകിട്ട് മഴയാണെങ്കിലും മഴയല്ലെങ്കിലും നമ്മൾ പോകാനായിട്ടിരിക്കുകയാണ്. നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഇതാണ് കാത്തു ഇട്ടിരിക്കുന്നുണ്ട്. കാത്തു എൻ്റെ ഒരു ടീഷർട്ട് എടുത്തിട്ടേക്കാണ്. കാത്തൂനെ കണ്ടോ ഗൈസ്? കാത്തു ഒരു വലിയ ടീഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട് നിൽക്കുക. മഴ തണുപ്പല്ലേ, അപ്പോൾ കാത്തൂന് ഇട്ട് കൊടുത്തതാട്ടോ. അതിട്ടുണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഭയങ്കര ഭയങ്കര എന്താ പറയാ, എക്സ്പ്രഷനാണ്. ഭയങ്കര എക്സ്പ്രഷൻ ക്വീനാണ് എൻ്റെ മോള്. അങ്ങനെ മഴയൊക്കെ ഒന്ന് തോന്നപ്പോഴത്തേക്കും നമ്മൾ പുറത്ത് പോയി ബിരിയാണി വാങ്ങിച്ചു കേട്ടോ. കത്തൂസിന് ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ബിരിയാണി വാങ്ങിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ പൊന്നോ ഭയങ്കര മഴ, നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ മഴ ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ വീടെല്ലാം പൂട്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മഴയായത്. പിന്നെ എന്ത് ചെയ്യാനാ, പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിൽ പോയി, നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ മേളിൽ ടെറസിൽ പോയി നിന്നിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. കാത്തൂസാണെങ്കിൽ അവിടെ നിന്ന് ഡാൻസൊക്കെ കളിക്കുമായിരുന്നു. പിന്നെ കാത്തൂസിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മൾ റെഡിയായിട്ട് നിൽക്കുകയാണല്ലോ. അങ്ങനെ എന്തായാലും മഴ കുറച്ചൊന്ന് തോന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളങ്ങ് ഇറങ്ങി ഞങ്ങൾ ഒരു ബസ് കിട്ടി. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് കാത്തൂസാണെങ്കിൽ അവിടെ മഴയായതുകൊണ്ട് ബസ്സിലങ്ങ് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എന്തായാലും കാത്തൂസിന് എപ്പോഴും ഫ്രണ്ടിൽ കയറണം കേട്ടോ ബസ്സിൻ്റെ. അവിടെ കയറി ഇരുന്നിട്ട് അവിടെ ഇരുന്ന് എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ കാണിക്കണം. അങ്ങനെ എന്തായാലും നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പോത്തീസിലാണ് കയറിയത്. പോത്തീസിലാണ് വന്നത്. നല്ല തിരക്കുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നല്ല സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഇറങ്ങുന്ന ടൈമിലാണ് ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോയും കണ്ട് എടുത്തിട്ടുള്ളായിരുന്നു. എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നല്ല മഴയുണ്ടായിരുന്നു വെളിയിൽ. അതുകൊണ്ട് അങ്ങനെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഇങ്ങനെ ടെസ്റ്ററും കാര്യങ്ങളും നമുക്കങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാത്തൂസാണെങ്കിൽ ഓരോന്നും എടുത്തിട്ട് അമ്മ ഇത് ഞാൻ അപ്ലൈ ചെയ്യട്ടെ, ഇത് ചെയ്തിട്ടെ, ഇത് നോക്കട്ടെ, ഇടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, നീങ്ങി പോരെ അമ്മ, ഒന്ന് ലിപ്സ്റ്റിക്ക് ഇടട്ടെ അമ്മ, ഞാനൊന്ന് ഒരുങ്ങട്ടെ എന്നൊക്കെ ഭയങ്കര പറച്ചിലായിരുന്നു. ഓരോരോ ബ്രാൻഡിൻ്റെയും അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാത്തൂസ് അതെല്ലാം എടുത്തൊന്ന് ഒരുങ്ങാനൊക്കെ പോയി. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. പിന്നെ ഇങ്ങോട്ട് നമ്മൾ തിരിഞ്ഞപ്പോൾ ഭയങ്കര നല്ല കളക്ഷൻസ് കേട്ടോ, ഒന്നും പറയാനില്ല, നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഇവിടുത്തെ പോത്തീസിൽ കയറിയിട്ടില്ലായിരുന്നു. നമ്മൾ ട്രിവാൻഡ്രം ആണ് കയറിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ കയറിയിട്ടില്ലായിരുന്നു. ഇവിടെ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ, ഒരുപാട് ഐറ്റംസ്. അങ്ങനെ കാത്തൂസ് ഞാനുണ്ട് അവിടെ നിന്നൊരു മിറർ സെൽഫി ഒക്കെ എടുത്തു. അങ്ങനെ അയ്യോ ഒന്നും പറയണ്ട ഗൈസ്, ഇതിനകത്തൊരു വലിയൊരു അപകടം ഒഴിവായി. സത്യം പറഞ്ഞാൽ കാത്തൂസ് താണ്ട് കയറി പോകുന്നില്ല എസ്കലേറ്ററിൽ ഒന്നും പറയണ്ട, ഭയങ്കര ഒരു അപകടമായിരുന്നു. എൻ്റെ പൊന്നോ, ഇപ്പോഴും പറയുമ്പോഴും എനിക്ക് വിറയൽ മാറിയിട്ടില്ല. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അങ്ങനെ കാത്തൂസ് താണ്ടെ അവിടെ നമ്മൾ ഡ്രസ്സ് നോക്കുമ്പോൾ കാത്തൂസ് അവിടെ ടോയ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഓരോ ബൈക്കിലും കയറിയിട്ട് അമ്മ ഇത് വാങ്ങിച്ചാൽ മതി അമ്മേ, അത് വാങ്ങിച്ചാൽ മതി അമ്മ എന്ന് പറയാം. അങ്ങനെ എങ്ങനെയെങ്കിലും പിടിച്ച് വരച്ച് ഓരോ ഡ്രസ്സ് അവളാണെങ്കിൽ അവൾ തന്നെ സെലക്ട് ചെയ്ത ഡ്രസ്സാണിത് കേട്ടോ. ഇഷ്ടം പോലെ ഫാൻസി ഫ്രോക്കുകളുണ്ട്. ബർത്ത്ഡേക്കൊക്കെ ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്യുന്നതും ഫാൻസി ഫ്രോക്കുകളാണ്. അവൾക്ക് എന്തായാലും ഫാൻസി ഫ്രോക്ക് കണ്ടാൽ പിന്നെ അവൾ അതേ വാങ്ങിക്കത്തുള്ളൂ. അങ്ങനെ എന്തായാലും ഫ്രോക്കൊക്കെ കണ്ടു. പിന്നെ ലാസ്റ്റിട്ട് ആ ഡാങ്കിരി പോലത്തെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അങ്ങനെ കാത്തൂസിനെയും കൊണ്ട് വെള്ളോട്ട് ഇറങ്ങി കാത്തൂസിൻ്റെ കരച്ചിലൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കാത്തൂസിനെയും കൊണ്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സമൂസ അങ്ങനെയുള്ള സ്നാക്സ് ഐറ്റം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. തിരിച്ച് വന്നപ്പോഴത്തേക്കും നൈറ്റല്ലേ, രാത്രിയായി. അപ്പം നമ്മൾ അവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റ്, അവിടെ അടുത്തല്ല കുറച്ച് വരണം, അവിടെ നിന്ന് നമ്മളൊരു മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ പുറത്തുപോയ മന്തിയാണല്ലോ ഗൈസ്.
അങ്ങനെ കാത്തൂസിൻ്റെ തല കണ്ടോ ആ നെറ്റിയുടെ ഭാഗത്ത്. എന്താണെന്ന് വെച്ചാൽ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം ഡ്രസ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ഇവൾ എസ്കലേറ്ററിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പം ഞാൻ തിരിച്ചിറങ്ങാൻ നേരത്തെ ലിഫ്റ്റിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ പറ്റത്തില്ല. ഞാൻ ലിഫ്റ്റ് നോക്കി ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഇവൾ ഓടി എക്സ്കലേറ്ററിൻ്റെ അടുത്ത് എത്തി. അവിടെ അങ്ങ് ആ കൈവരിയുടെ അടുത്ത് ഇവൾ ചാരി നിന്നപ്പോഴത്തേക്കും കാത്തൂസ് അങ്ങ് മൂവായി. അത് കണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ച് വരണ്ട് എന്തൊക്കെയാണോ എൻ്റെ കയ്യിൽ നിന്ന് എല്ലായിടത്തും എറിഞ്ഞിട്ടാണ് ഞാൻ ഓടിയെന്ന് അവിടെ നിന്ന് സ്റ്റാഫുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ഓടിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിച്ച് ഞാൻ ചാടി അതിനകത്ത് കയറി അവളെ പിന്നെ പിടിച്ചപ്പോൾ പിടിച്ച വഴിക്ക് എൻ്റെ കയ്യിൽ നഖം കൊണ്ട് കാത്തൂസിൻ്റെ അവിടെ മുറിഞ്ഞ്. ഗൈസ്, വലിയൊരു അപകടത്തിൽ നിന്നാണ് സത്യം പറഞ്ഞു വഴി. കാത്തൂസിനെ ഞാൻ പിടിച്ചില്ലായിരുന്നുള്ള അവസ്ഥ ആലോചിക്കുമ്പോൾ ഇപ്പോഴും നല്ല ടെൻഷനുണ്ട്. എന്തായാലും മോളും പേടിച്ചു. അങ്ങനെ പനിയായിട്ടുണ്ട് കാത്തൂസിന്. അപ്പോൾ കാത്തൂസിനെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക്